ശബ്ദം ഉണ്ടാക്കരുത്. അവിടെ മനുഷ്യന്മാർക്ക് ഭ്രാന്ത് പിടിച്ചു പോയല്ലോ സാഹിബേ. എന്താ ഒരു വഴി? ലോകം മുഴുവൻ ഇരുട്ടില്ല ശാസ്ത്രികളെ. പടച്ചോന്റെ വെളിച്ചം ലവലേശമില്ല. എല്ലാം കുരുടന്മാരാ, അകക്കണ്ണടഞ്ഞ കുരുടന്മാർ. കുറച്ച് വെള്ളം കൊടുക്കൂ സാഹിബേ. അമ്മ ഞാൻ വെള്ളം കൊണ്ടുപോയിക്കാം. ആ ഒറ്റ കൊണ്ട് അമ്മ അമ്മ പ്ലീസ് ലുക്ക്. ഈ ചിത്രത്തിലെ തോക്കിന്റെ മോഡൽ തന്നെയാണ് അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ചവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബംഗാളിൽ വിദേശ വിമാനം കുടഞ്ഞിട്ടിട്ട് പോയ ആയുധങ്ങളിലും ഈ തോക്കുണ്ട്. യു നോ വാട്ട് ഐ മീൻ? നമ്മുടെ മണ്ണിൽ വർഗീയ കലാപം ഇളക്കിവിട്ട് ഇന്ത്യയെ വെട്ടിമുറിക്കാൻ വിദേശത്തുള്ളവർ കിണഞ്ഞു ശ്രമിക്കുന്നു. ഇറ്റ് സംതിങ് വെരി വെരി സീരിയസ്. വീണ്ടും കലാപകാരികൾ ഒരു മേജർ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് അലേർട്ട് ദ ഫോഴ്സസ്. സംശയം തോന്നുന്ന ആരെയും ഷൂട്ട് ചെയ്യാൻ ഓർഡർ ആക്കേണ്ടതില്ല. പാസ് ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യണം. ഗോട്ട് ഇറ്റ്? അമ്മമാരുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവരാണെങ്കിൽ ഇതിന് നമ്മൾ പകരം കൊടുക്കേണ്ടത് നമ്മുടെ ജീവനും ചോരയുമാണ്. ഇത് നമ്മുടെ ശപഥമായിരിക്കണം, ചാവേർപ്പടയുടെ ശപഥം.
നിങ്ങൾക്ക് നഷ്ടപ്പെട്ടവരുടെ കണക്കുകൾ വെച്ച് തന്നെ നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇനി നിങ്ങൾ ചാവേർപ്പടയിലെ ധീരനായ മുന്നണി പോരാളികൾ ഒരുവൻ മാത്രം. മരണം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവനാണ് നീ. ഇനി നിനക്കൊന്നിനോട് അനുകമ്പ വേണ്ട, വേണ്ടത് ധീരതയാണ്. പച്ച മാംസം കരിഞ്ഞ ഗന്ധമാണ് എന്റെ സിരകളിൽ. ഓർമ്മയിൽ ചോരക്കളങ്ങളും. പിച്ച വെച്ച കാലം മുതൽ ഒരു ഉറുമ്പിനെ പോലും ഞാൻ കൊന്നിട്ടില്ല. എന്നിട്ടും കൊല്ലും ഞാൻ. എന്റെ ഉറ്റവരെ കൊന്നവരെ അരിഞ്ഞരിഞ്ഞ് ഞാൻ എന്റെ ശബ്ദം വിട്ടു. പനച്ചിപ്പുറം മൈതാനം, അവന്മാരുടെ അഭയാർത്ഥി ക്യാമ്പ്. പകരം വീട്ടാൻ ഒരിക്കൽ ശ്രമിച്ചതാണ്. ഓപ്പറേഷൻ ഫെയിലിയർ ആയിരുന്നു. ഏറ്റുമുട്ടലിൽ നമുക്ക് നമ്മുടെ രാമേട്ടന് നഷ്ടമായി. രഘുരാമൻ, നീ ഒറ്റയ്ക്ക് ട്രക്ക് ഓടിച്ച് ക്യാമ്പിനുള്ളിലേക്ക് കയറ്റണം. വഴിക്ക് പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. ചോദിച്ചാൽ അഭയാർത്ഥികൾക്കുള്ള പഴംതുണിയും റൊട്ടിയുമാണെന്ന് പറയണം. കൂടുതൽ സംശയം തോന്നിയാൽ ഒന്നും നോക്കാനില്ല, അവന്മാരുടെ നെഞ്ചത്തൂടെ വണ്ടി ഓടിച്ച് കയറ്റണം. മൈതാനം മുഴുവൻ ചുട്ടുകരിക്കാനുള്ള RDX ട്രക്കിലുണ്ടാവും. നീ പരാജയപ്പെടരുത്. ഇത് നിന്റെ കർമ്മമാണ്. ചോരമൂന്തുന്ന ദൈവം പറക്കുന്നു. കൊടിയും കെട്ടിക്കൊണ്ട് കള്ളക്കടത്താണോടാ? എന്താടാ ഇതില് ചോദിച്ചു കേട്ടില്ലേ? താഴെ ഇറങ്ങണം. സാറേ താഴോട്ടിറങ്ങാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ ഞൊണ്ടിക്കാലിനാ. ഇതിനകത്ത് പാവങ്ങൾക്ക് കൊടുക്കാനുള്ള പഴംതുണിയും ബ്രെഡുവാ. പിന്നെ ഈ വെള്ളക്കൊടി കെട്ടിയിരിക്കുന്നത് കള്ളത്തരം ഇല്ലാത്തതുകൊണ്ടാ സാറേ. സാറിന് വേണമെങ്കിൽ നോക്കിയോ, പ്രവേശനം തുറന്നു കിടക്കാം. വീണ്ടും ആരെ കൊണ്ടുവന്നല്ലോ? ആ കേട്ടോ തുറന്നു കൊടുക്ക്. അയ്യോ ഡോക്ടറെ, ഡോക്ടറെ ഒന്ന് വിളിക്കേ. കുറച്ച് വെള്ളം കൊണ്ടുവാ. അഭയാർത്ഥികൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. ആഹാരം കൂടുതൽ വേണ്ടി. അതെ അതെ. ആ ബെഞ്ചും തൊട്ട് ആരാണെന്ന് അറിയില്ലല്ലോ. എല്ലാവരും ഒന്ന് മാറി നിൽക്കൂ. ഒന്ന് മാറി നിൽക്കൂ. കാറ്റ് നിങ്ങൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? പറയൂ. നിങ്ങളുടെ പേരെന്താണ്? പറയണം. അബ്ദുള്ള. അബ്ദുള്ള. കള്ളം. എന്താ ചേച്ചി ചിരിച്ചത്? ഒരു കള്ളം കേട്ടിട്ട്. ഞാനൊന്നും കേട്ടില്ലല്ലോ.
സീതേ, ഇവിടെ എത്തിയത് നിന്റെ ഭാഗ്യം. ഇപ്പൊ നിന്നെയും കൂട്ടി നമ്മുടെ ആളുകൾ 19 പേരുണ്ടാവും. ഓടി വന്നത് ജാതിയും അതൊന്നും നോക്കാത്തൊരിടായിരുന്നു. നമ്മൾ രക്ഷപ്പെട്ടു. ഇതാ അവിടെ. ഒന്ന് വേഗം ആവട്ടെ പരമേശ്വര, ചായയുടെ നേരം കഴിയാറായല്ലോ. ഞാൻ രാമദാസ്. ഇവരെല്ലാം എന്നെ രാമേട്ടൻ എന്ന് വിളിക്കും. ഞാൻ രഘുരാമൻ. ബോധം തെളിഞ്ഞപ്പോ ചുറ്റും കണ്ടത് കുറെ തുപ്പിവെച്ച തലകളായിരുന്നു. രക്ഷപ്പെടാൻ വേണ്ടി പേര് മാറ്റി പറഞ്ഞു. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. രാമേട്ടൻ എന്നൊരാളാണ് ടീമിനെ നയിച്ചതെന്നും ഓപ്പറേഷൻ ഫെയിലിയറായി മരിച്ചുപോയി എന്നുമാണ് ആദ്യം കിട്ടിയ റിപ്പോർട്ട്. അതിനുശേഷമാണ് എന്നെ നിയോഗിച്ചത്. തൽക്കാലം ഞാനും തോറ്റുപോയി. പക്ഷെ നമ്മുടെ ലക്ഷ്യം വിജയം വരെയാണ്. രഘുരാമൻ വന്ന ദിവസം തന്നെയാണ് കേന്ദ്രം ഞങ്ങളുമായി ബന്ധപ്പെട്ടത്. ടാർജറ്റ് പൂർത്തിയാക്കാൻ നീക്കങ്ങൾ തുടരുകയാണ്. നാം കാത്തിരിക്കാൻ പറഞ്ഞിരിക്കും. അറിയിപ്പുണ്ടാകുന്നവരെ ഇവിടം നമുക്ക് സുരക്ഷിതമായൊരു ഇടത്താവളം മാത്രം. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഈ ആശ്രമവും ഇവിടുത്തെ രീതികളും. ഇങ്ങനൊരു സാഹചര്യത്തിൽ അഹിന്ദുക്കൾക്ക് അഭയം കൊടുക്കുന്ന ഇവരുടെ നയം ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഏതായാലും തൽക്കാലം ഇത് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാം. ഉമ, ഗുരുവാണി വായിക്കൂ. നാടിന്റെ ഉദ്ധാരണം വീടിന്റെ ഉദ്ധാരണം വഴി നടക്കണം. എങ്ങനെയാണ് വീടിനെ ഉദ്ധരിക്കുന്നത്? കുറെ പണം കിട്ടാനുള്ള വഴി കൊണ്ട് മാത്രം വീട് ഉദ്ധരിക്കപ്പെടുമോ? വീടിന്റെ ഉദ്ധാരണം നടക്കണമെങ്കിൽ ആദ്യ ഗുരുവായ അമ്മ എന്ന സ്ത്രീ നന്നാകണം, അറിവുള്ളവളാകണം. ഒരു സ്ത്രീയെങ്കിലും വിവേകത്തിലേക്ക് നയിച്ചാൽ ഒരു വീട് നന്നാകും, അവളുടെ അടുത്ത തലമുറ നന്നാകും. ഇത് ഈശ്വരാർപ്പണമായി ചെയ്താൽ ഈ വിതച്ച ഒരു വിത്ത് ലോകം മുഴുവൻ വ്യാപിക്കും. മനസ്സിലായില്ലേ? നമ്മളെപ്പോലുള്ള സ്ത്രീകളിലൂടെയാണ് ഈ ലോകത്ത് നന്മയുടെ വെളിച്ചം പിറക്കേണ്ടത്. നമുക്കെങ്ങനെ അത് സാധിക്കും? സത്യശുദ്ധിയും മനഃശുദ്ധിയും പാതിവൃത്യശുദ്ധിയും സൂക്ഷിക്കണം. അനസൂയെ പോലെ. അനസൂയയുടെ പാതിവൃത്യത്തിൽ അസൂയ പൂണ്ട ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ പത്നിമാർ അവളെ പരീക്ഷിക്കാൻ തങ്ങളുടെ ഭർത്താക്കന്മാരെ നിയോഗിച്ചു. സന്യാസിമാരുടെ രൂപത്തിൽ വന്ന അവർ അവളോട് ആവശ്യപ്പെട്ടത് തങ്ങളുടെ മുന്നിൽ ജനിച്ചപടി നിന്നുകൊണ്ടുള്ള സൽക്കാരമായിരുന്നു. തന്റെ ഭർത്താവായ അത്രി മഹർഷിയുടെ ആത്മപ്രകാശത്തിലൂടെ തന്നെ അപകടപ്പെടുത്താനെത്തിയ ദേവന്മാരെ അവൾ തിരിച്ചറിഞ്ഞു. ഭർത്താവിന്റെ പാദം കഴുകിയ തീർത്ഥം തളിച്ചപ്പോൾ അവർ മൂവരും കൈക്കുഞ്ഞുങ്ങളായി മാറി. അപ്പോൾ അവർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ അവൾക്ക് അവരെ സൽക്കരിക്കാനും കഴിഞ്ഞു. ഒരു സ്ത്രീയുടെ പാതിവൃത്യത്തിന്റെ മഹത്വം മനസ്സിലായില്ലേ? അമ്മ അനസൂയെപ്പോലെ ഉള്ളവളും അച്ഛൻ ആകാശം പോലെ തെളിഞ്ഞ മനസ്സുള്ളവനുമായിരിക്കണം. ചില പാവങ്ങളുണ്ട്, സ്വന്തം പേര് പോലും കള്ളം പറയുന്നവർ. അവരുടെയൊക്കെ മനസ്സെങ്ങനെ ആകാശം പോലെ തെളിഞ്ഞിരിക്കും? നമ്മളുടെ നീക്കങ്ങൾ ഇവിടെ ആരൊക്കെയോ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പേര് കള്ളം പറഞ്ഞത് അവക്കെങ്ങനെ മനസ്സിലായി? ആശ്രമത്തിൽ വരുന്നതിന് മുമ്പ് നിന്നെ അവൾക്ക് അറിയാമായിരിക്കും. ഇല്ല, അതിന് സാധ്യതയില്ല. എൻ്റെ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ല. ഇവിടെന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് ഞാൻ കേട്ടത്. ഇവിടെ ചില കുട്ടികൾക്ക് ദർശനമുണ്ടെന്നോ പൂർവജന്മം അറിയാമെന്നൊക്കെയാ ഇവർ പറയുന്നത്. ഇനിയും ചിലപ്പോ അങ്ങനെ വല്ലതും മനസ്സിലാക്കിയതായിരിക്കുമോ? അതൊക്കെ വിശ്വസിച്ചിരുന്നാലേ അവസാനം ഇവർ നമ്മളെ പോലീസിന് ഒറ്റിക്കൊടുക്കും. അതിനു മുമ്പ് ഇവിടുന്ന് സ്ഥലം കാലിയാക്കുന്നതാണ് ബുദ്ധി. പക്ഷെ നമുക്കങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. ദൂതിനെത്തുന്നവരെ ഇവിടെ തന്നെ തങ്ങാനാ നമുക്ക് നിർദ്ദേശം. നമ്മളതനുസരിച്ചേ പറ്റൂ. ഏതായാലും ഇവരുടെ മഹാമനസ്കത നമ്മളൊന്ന് സൂക്ഷിക്കണം. നമ്മൾ വളരെ കരുതി തന്നെ ഇരിക്കണം. ആ പെൺകുട്ടിയെക്കുറിച്ച് ഞാനും ഒന്ന് അന്വേഷിക്കട്ടെ.
വളരെ പണ്ട് മുതൽ തന്നെ വൈദിക സമ്പ്രദായം സ്ത്രീകളെ ആത്മീയ മാർഗത്തിൽ നിന്ന് മാറ്റി നിർത്തി, അവരെ ദേവദാസികളാക്കി മാറ്റി. അന്നു തൊട്ട് ലോകം നാശത്തിലേക്ക് വീണു തുടങ്ങി. സ്ത്രീ അമ്മയാണ്. അറിവുള്ള അമ്മമാരിലൂടെ മാത്രമേ നന്മയുള്ള സന്താനങ്ങൾ പിറക്കുകയുള്ളൂ. പാശ്ചാത്യ ലോകത്തെ അതേപടി അനുകരിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ പെൺകുട്ടികൾക്ക് എങ്ങനെ ആത്മബോധം ഉണ്ടാകാനാണ്? ചുരുക്കി പറഞ്ഞാൽ ഗുരു ആഗ്രഹിക്കുന്നത് നല്ല ഗൃഹസ്ഥാശ്രമികളിലൂടെയുള്ള ലോകത്തിന്റെ മാറ്റമാണ്. ഞങ്ങളെപ്പോലെ ഒരുപാട് കുടുംബങ്ങൾ ഈ ആശ്രമത്തിനകത്തും പുറത്തുമായി കഴിയുന്നു. ഇവൾ മൂത്ത മകൾ വൈദേഹി. ഞങ്ങളെല്ലാം അമ്പലത്തിൽ കയറി ഒളിച്ചതായിരുന്നു. പെട്ടെന്നായിരുന്നു അവരെല്ലാം വന്നത്. ഞങ്ങളുടെ ആണുങ്ങളെ എല്ലാം ദുഷ്ടന്മാര് വെട്ടിക്കൊന്നേ. ഈ ലോകമെല്ലാം ഇരുട്ടിലാണ് മക്കളെ. ഈ ലോകമെല്ലാം ഇരുട്ടിലാണ് മക്കളെ. ആരും എന്നെ കൊല്ലാൻ